ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി പോവുകയാണ്. വേറെ ഒന്നല്ല, നമ്മളെല്ലാവരും ജനിച്ചത് മനുഷ്യരായിട്ടാണ് അല്ലേ? വേറെ വല്ല ജീവജാലങ്ങളായിട്ടാണോ നമ്മൾ ജനിച്ചത്? അല്ല, മനുഷ്യരായിട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള ഇതിൽ പറയുന്നു, നമ്മൾ ഈ സയൻസിലൊക്കെ പറയുന്നു നമ്മൾ കുരങ്ങിന്നുണ്ടായതാണ് അല്ലേ? കുരങ്ങിന്നുണ്ടായതാന്ന് പറഞ്ഞു. പിന്നെ മതത്തിൽ പറയുന്നു നമ്മളെല്ലാവരും ദൈവം സൃഷ്ടിച്ചതാണെന്ന് പറയുന്നു. പിന്നെ ചില ആൾക്കാർ പറയും നമ്മൾ തനിയെ ഉണ്ടായതാന്ന് പറയുന്നു. പിന്നെ ചില ആൾക്കാർ പറയും നമ്മൾ സൂക്ഷ്മാണുന്നുണ്ടായതാന്ന് പറയുന്നു. ഇതെങ്ങനെ ഉണ്ടായെന്നൊന്നും അറിയാമോ? എങ്ങനെയായിരിക്കും? പക്ഷേ ഇപ്പോൾ സമൂഹത്തിൽ ഉള്ള എല്ലാവർക്കും അറിയാം നമ്മളെങ്ങനെ ഉണ്ടായെന്ന്. ഞാൻ പറയട്ടെ. അതായത് രണ്ട് വ്യക്തികൾ കൂടി ചേർന്നിട്ടാണ് ഒരു വ്യക്തി ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ചേർന്നിട്ടാണ് മക്കളുണ്ടാക്കുക അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ മക്കളുണ്ടാകും. അതായത് ഒരു ആണും ഒരു പെണ്ണും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പായും ഒരു കുഞ്ഞുണ്ടാകും. ഈ കുഞ്ഞ് അല്ലേ, അപ്പോൾ മനുഷ്യക്കുഞ്ഞ് തന്നെ ആയിരിക്കും അല്ലേ? മനുഷ്യരായിട്ടാന്ന് വെച്ചാൽ മനുഷ്യക്കുഞ്ഞ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് പറയട്ടെ. ഇപ്പോൾ ഒരു അമ്മ മക്കളെ പ്രസവിച്ചാലാണ് അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിങ് വഴിയാണ് മനുഷ്യന്മാരുണ്ടായിരിക്കണത് അല്ലേ? അപ്പോൾ കുരങ്ങിന് ഉണ്ടായതാണ് ശരിയായിരിക്കും, ഈ സൂക്ഷ്മാന്നുണ്ടായത് ശരിയായിരിക്കും, ദൈവമെന്ന് ഉണ്ടായത് ശരിയായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു അമ്മയിൽ നിന്നാണ്. ഒരമ്മ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ അടുത്തത് അതേ പ്രോസസ്സ് തന്നെയാണ് ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയോ ഉണ്ടായി. അതന്നെ കാര്യം. ഓക്കെ ഫ്രണ്ട്സ്, ടാറ്റാ. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അതുവരെ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.